ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവും അതേപോലെ തന്നെ അലീനയും കൂടി സംസാരിക്കുകയാണ്. അപ്പം മനുവിന് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇനി എല്ലാ ദിവസവും അതായത് എക്കാലവും ഇവിടെ തുടർന്നാലോ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അലീന ഓഹോ, അപ്പോൾ മനുവേട്ടൻ എന്നെ ഇവിടെ ജോലിക്കാരിയാക്കാനുള്ള പുറപ്പാടാണല്ലേ. അപ്പോൾ മനുവേട്ടൻ എന്നെ അടുക്കളയെ കയറ്റി ജോലിക്കാരി ആക്കണം. എന്നിട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ, ജോലിക്കാരിയാക്കാനല്ല, അല്ല സ്ഥിരമായിട്ട് ജീവിതകാലം മുഴുവനും ഇവിടെ എനിക്ക് വെച്ച് വിളമ്പി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയ്യടാ, മനസ്സിലിരിപ്പ് ആളുടെ കൊള്ളാലോ. അല്ല, ഞാൻ എന്താ മനസ്സിലിരിപ്പ് പറഞ്ഞത്? എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് മനസ്സിലിരിപ്പാണ്, വേറെ അർത്ഥത്തിൽ സംസാരിക്കുന്നു എന്നൊക്കെയാണ് അലീന പറയുന്നത്. അതിൽ എനിക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? അല്ല, ഇനിയിപ്പോൾ എത്ര നാളുണ്ടാകും? എല്ലാവരും ഇവിടെ ഭയങ്കര പ്രതിജ്ഞയിലാണല്ലോ. വൈജ മേഡത്തിൻ്റെ സ്വഭാവം മാറ്റണം, കൂട്ടിക്കൊണ്ടു പോകണം എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെപ്പോഴാണ് പോകുന്നത്, അതേപോലെയല്ലേ എനിക്കും പോകാനായിട്ട് പറ്റുള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. അല്ല, മനുവേട്ടൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യമേ എന്നോട് അഞ്ജലിയും ചോദിച്ചിരുന്നു. പക്ഷേ അവളോട് ഞാൻ പറഞ്ഞത് ഓക്കെ ആണെന്നാ. സത്യം പറഞ്ഞാൽ ഞാൻ ഓക്കെ അല്ല. അതെന്താ ഓക്കെ അല്ലാത്തത്? ഓ, ഓക്കെ അല്ലാത്തതിൻ്റെ കാരണം അലീനയ്ക്ക് എന്താ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കറിയില്ല. പറയാണ്ട് എങ്ങനെയാണ് ഞാൻ അറിയുന്നത്? എനിക്കതിനെക്കുറിച്ച് യാതൊരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഓഹോ, അങ്ങനെയാണല്ലേ. അങ്ങനെയാണെങ്കിൽ അറിയണ്ടെന്നേ, എന്താ കാര്യം എന്നൊന്നും ആരും അറിയേണ്ട ആവശ്യമില്ല, അതെൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ മനു പറയാം. അപ്പം നമ്മുടെ അലീന ഒന്ന് കൈ നീട്ടിയിട്ട് പിടിച്ചേക്കുക. പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു വിചാരിച്ച് തൻ്റെ കൈ അലീനയുടെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കാനാണെന്ന്. അങ്ങനെ മനു കൈ ഇങ്ങനെ വെക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, കൈയല്ല ചോദിച്ചത്, കയ്യിലിരിക്കുന്ന ആ ഗ്ലാസ് തരാനാ പറഞ്ഞത്. അയ്യടാ, എനിക്ക് ചായ കുടിക്കാൻ അറിയാമെങ്കിലേ ഇത് കൊണ്ട് അടുക്കളയെ കൊണ്ട് വെക്കാനും എനിക്കറിയാം. ആരുടെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. പൊയ്ക്കോ, ഞാൻ പോകുവേ. പോന്നേ, അതിന് ആരെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തിയോ? അങ്ങനെ അലീന അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ മനു ആണെങ്കിൽ ആകെ സന്തോഷം നിൽക്കുകയാണ്. എൻ്റെ മൂഡ് ഓഫിൻ്റെ കാര്യമൊക്കെ ഇത് തന്നെയാ. ഒന്ന് കൈ കൊടുക്കാൻ പറഞ്ഞപ്പോഴേക്കും അതേ ഓടിപ്പോവുകയും ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് ചോദിക്കും ഓക്കെ അല്ലേ മനുവേട്ടന്, ഓക്കെ അല്ലേ എന്നൊക്കെ. ഓക്കെ ആവണമെങ്കിലേ ചിലവരൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കണം എന്ന് മനു ഇങ്ങനെ ചിന്തിക്കാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോള്. അപ്പോൾ കൃഷ്ണമോൾ ഹാളിലേക്ക് വന്നിട്ട് അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിലൊരു വിളി. അലീന അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ട് ഹലോ, എന്താ കാര്യം? കുറേ നേരമായല്ലോ. അലീന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് കൂകുന്നു. ഇതേ നമ്മുടെ വീടല്ല, ഇത് അങ്കിളുടെ വീടാ, അങ്കിളുടെ വീട് എന്ന് പറഞ്ഞപ്പോഴേക്കും അതെനിക്കറിയാം. പക്ഷേ ഈ വീട് വേറെ ആണെങ്കിൽ അലീന ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. അലീന ചേച്ചി മാറിയിട്ടൊന്നുമില്ലല്ലോ. എനിക്കത് മതി. ഇപ്പം എന്താണാവോ വേണ്ടത്? ഞാൻ അങ്ങോട്ട് വന്നാലേ ചെവിട് ഞാൻ പൊന്നാക്കും. എങ്കിൽ വാ, എനിക്ക് ചായ കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ ഫ്ലാസ്കിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ നമ്മുടെ കൃഷ്ണമോൾക്ക് കൊടുക്കാം. കൃഷ്ണമോൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്നു ബബിത. അപ്പോൾ ബബിതയും വന്നിട്ട് ഇവിടെ ചായ കുടിയൊക്കെ തുടങ്ങിയല്ലേ? അല്ല, ഞാൻ കുറേ നേരമായി അവിടെ എണീറ്റിരിക്കുന്നു. ഒരു ഗ്ലാസ് ചായ പോലും എനിക്കാരും കൊണ്ടും തന്നില്ല. ഇത് കേട്ട കൃഷ്ണമോളും ദേ ഭവിത ചേച്ചി പറയുന്ന മുഴുവനും കള്ളത്തരവാ. ഞാനിപ്പോൾ പോയി നോക്കിയതേ ഉള്ളൂ. നല്ല കൂർക്കം വലിച്ച് ഉറക്കുമായിരുന്നു. ടിപ്പ് എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ചായ കിട്ടിയില്ല പോലും. നീ പൊടി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അങ്ങനെ ബബിതയ്ക്കും ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുക്കുകയാണ്. അല്ല, എന്താണാവും ഇനി അടുത്ത തീരുമാനങ്ങൾ? ഇതിലെന്തെങ്കിലും ഇത് വേണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ ബബിതയെ തന്നെ നമ്മുടെ കൃഷ്ണമോളിങ്ങനെ നോക്കി നിന്നപ്പോൾ നീ എന്തുവഴി എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഞാനാണോ ഇതിൻ്റെ മീഡിയേറ്റർ? എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. അല്ല, ബബിത ചേച്ചിയല്ലേ മൂത്തത്, അപ്പോൾ ചേച്ചിയല്ലേ പറയേണ്ടത് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകണ കാര്യം. അയ്യടാ, അങ്ങനെ എളുപ്പം മൂപ്പൊന്നുമില്ല. നിന്നെക്കാൾ 2-3 വയസ്സിന് മൂത്തത്, അത്രയല്ലേ ഉള്ളൂ. അത് വലിയ കാര്യമായിട്ടൊന്നും കൂട്ടണ്ട. നമ്മളെ ഒരു വീട്ടിൽ നിന്ന് വന്നവരാ, അതുകൊണ്ട് സംസാരിക്കാം. കണ്ടോ ബബിത ചേച്ചി പറയുന്ന കേട്ടില്ലേ? അല്ലെങ്കിൽ പറയും ഞാൻ നിന്നെക്കാലം മൂത്തല്ലേ, ഞാൻ പറയുന്ന അനുസരിക്കാൻ പാടില്ലേ, ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോ പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ചേച്ചിക്ക് ഇപ്പം മൂപ്പ് എളുപ്പമൊന്നുമില്ലേ? അത് അന്നേരം. പക്ഷേ ഇപ്പം നമ്മൾ വന്നത് അമ്മയെ കൊണ്ടുപോകാനല്ലേ തിരിച്ച്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. അല്ലാതെ എന്നെ മാത്രം കുത്തിപ്പോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ രോഹിത്തും കൂടി വരുന്നത്. അപ്പോൾ രോഹിത് വന്നിട്ട് ബബിതയുടെ തലയിലേക്ക് ഒരു കിഴുക്കും കൊടുത്തിട്ട് എന്താണാവോ ഒരു ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരു കൂട്ടസമ്മേളനമാണ്,
അല്ല എനിക്ക് ചായ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രോഹിത്തിനും ചായ കൊടുക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, എക്സ്പെഷ്യലി നമ്മുടെ അലീന ചേച്ചിക്ക് തന്നെ ഗുഡ് മോർണിംഗ്. അല്ല ചേച്ചിക്ക് മാത്രം എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ഇച്ചിരി സ്പെഷ്യൽ ഉണ്ട്. എന്താ നിനക്ക് കുശുമ്പാണോ? അയ്യോടാ എനിക്ക് കുശുമ്പ് കുന്നായ്മയൊന്നുമില്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായി? അമ്മയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റുമോ? അതാണിപ്പോൾ ഒന്ന് തമ്പിട്ട് നിൽക്കുന്നത്. എങ്ങനെ എവിടെ വെച്ച് ഏത് രീതിയിൽ തുടങ്ങണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് അമ്മയും കൊണ്ട് പോയാലേ മതിയാവുള്ളൂ. പലീനയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അമ്മ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ശരി, ഇപ്പം തന്നെ അങ്ങനെ പറയാനായിട്ട് തുടങ്ങിയോ? അല്ല അമ്മ ആണെങ്കിൽ മേഡം ആണെങ്കിൽ ആകെ വാശി പിടിച്ച് നിൽക്കുകയാണല്ലോ. ആ സമയത്ത് മേഡം വാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേഡം എവിടെ വരാനാ? നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷേ അമ്മയും കൊണ്ടല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല, അതൊന്നും ഓർമ്മിപ്പിച്ചേര് എന്നും പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലയാണ്. അപ്പോൾ കമലയാണെങ്കിൽ കിടന്ന കിടപ്പ് കിടക്കുക, പുറത്തോട്ട് ഇറങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ശിവൻ വന്നിട്ട് നീ എന്താ കമല, നീ എന്താ എണീക്കാത്തത്? സമയം എത്രയെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇവിടെ അങ്ങനെ കിടന്നാൽ ശരിയാവോ? നീ ഒന്ന് എണീക്ക് കമലെ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തിനാണ് ഞാനിപ്പോൾ എണീക്കുന്നത്? എന്താ അവിടെ ചെന്നിട്ട് വല്ല മലമറിക്കാനുണ്ടോ? ഒന്നുമില്ലല്ലോ. എടി ഒരു മര്യാദ വേണ്ടേ? നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവരെന്തെങ്കിലും കഴിച്ചോ, അവർക്ക് വെച്ച് വിളമ്പി കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യണ്ടേ? ഇത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആ വൈജയുടെയും അഹങ്കാരം പിടിച്ച പിള്ളേരും അല്ലേ വന്നിരിക്കുന്നത്. ഈ വൈജയും അഹങ്കാരം പിടിച്ച പിള്ളേർക്കേ ഞാൻ ഒന്നൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുകയില്ല, എനിക്കവരെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അങ്ങനെയൊന്നും പറയരുത് കമലേ. കിട്ടിയാൽ തിരിച്ചടി കിട്ടുവേ. ഇത് കിട്ടിഞ്ഞപ്പോഴേക്കും അയ്യോ എനിക്ക് കുറേ കിട്ടിയതാ. പിള്ളേരുടെ തന്തയില്ലേ ബാലചന്ദ്രൻ, അയാൾ എന്നെ ചൂലും കെട്ടെടുത്ത് അടിച്ച് അവിടെ നിന്ന് ഓടിച്ചാണ്. അത് നിന്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയല്ലേ? നീയപ്പം അതൊന്നും മറന്നിട്ടില്ലല്ലേ? ഈ കമലേ അത് മരിച്ചാലും മറക്കില്ല. ആ ഒരു വൈരാഗ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് അയാളുടെ മക്കൾക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല, ഞാൻ അങ്ങോട്ട് ചെല്ലയില്ല. ശരി ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനേ ഡോറ് പുറത്തുനിന്ന് പൂട്ടാം. അതെന്തിനാ ഇപ്പോൾ പുറത്തുനിന്ന് പൂട്ടുന്നത്? അല്ല നിന്നെ ശല്യപ്പെടുത്തണ്ട, നീ ഇവിടെ ഇരിക്കല്ലേ, ഏതെങ്കിലും പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ, അപ്പം നിന്നെ ആരും ശല്യപ്പെടുത്തണ്ട. അതെ ഇവരിപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അതിനുശേഷമാകാം ബാക്കിയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡോറിലോട്ട് വരെ മുട്ടുന്ന ശബ്ദം കേൾക്കുക. അപ്പോൾ ഇങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും നിൽക്കുന്നത്. അപ്പോൾ കൃഷ്ണമോള് ചായ ആയിട്ട് വരികയാണ്. കൊള്ളാലോ, ഗുഡ് മോർണിംഗ് അങ്കിളെ, എണീക്കാനായിട്ട് താമസിച്ചല്ലേ, എന്നാൽ ചായ കുടിക്ക്, ഞാൻ ചായ എടുക്കാം. കമലാൻറ്റി ഇന്ന് ചായ എടുക്കുക. എനിക്കൊന്നും വേണ്ട, അവിടെ വെച്ചിട്ട് പോയിക്കോ. അയ്യോടാ അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവുന്നത്? കമലാൻറ്റിക്ക് സുഖമില്ലാത്തല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ചായ ആയിട്ട് വന്നത്. ചായ കുടിക്കുന്നേ. അപ്പോൾ ബബിത പുഴുങ്ങിയ പഴം ഇട്ട് വരികയാണ്. ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയായോ ബബിതേ? അങ്കിളെ ഇത് ബ്രേക്ക്ഫാസ്റ്റൊന്നും അല്ല, ചെറിയൊരു ലഘു ഭക്ഷണം, അത്രയേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ എന്തൊക്കെയാണെന്ന് അറിയാവോ? പിസ്സയുണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, ബർഗർ ഉണ്ട്, ഇടിയപ്പമുണ്ട്, പുട്ടുണ്ട്, കടലയുണ്ട്, അങ്ങനെ അടിപൊളി വിഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കേട്ട കമലാകെ ഞെട്ടിപ്പോവാണ്. അതുകൊണ്ട് ഇതെല്ലാം കഴിക്കണം. കമലാൻറ്റി അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫുഡൊക്കെ കിട്ടും. പിന്നെ അങ്കിളെ ഉച്ചക്കത്തേക്കടുത്ത് നല്ല അതിസമൃദ്ധമായ ഫുഡുകളാണ്. കാരണം ചിക്കൻ മേടിക്കണം, മട്ടൻ മേടിക്കണം, ബീഫ് മേടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അങ്കിളെ. മാർക്കറ്റിൽ പോകണ്ട, അത്യാവശ്യമുണ്ട്. ഇന്ന് ഫുഡ് അഭിഷേകം. ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുമെന്ന് പറയാം. അലീന ചേച്ചി നേരത്തെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്, പല വിഭവങ്ങളും തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ മറക്കണ്ട, എല്ലാം റെഡിയാക്കണേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കമലയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് കലി വരിക. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും കമല പറയാണ്, അല്ല ഇവറ്റകൾ ഖജനാവ് കാലിയാക്കോ, ഈ കുടുംബം കുളം തോണ്ടോ, വെളുപ്പിക്കോ, അതിനാണ് ഈ പണ്ടാരങ്ങൾ കെട്ടിയെടുത്തിരിക്കുന്നത്. കമലെ എന്തിനാ കമല ഇങ്ങനെ പറയുന്നത്? നീ ഏതായാലും അടുക്കളയിൽ കയറാനായിട്ട് തയ്യാറല്ല. അപ്പോൾ അവർക്ക് എന്താ വിശക്കുമ്പം ഭക്ഷണം കഴിക്കണ്ടേ? അവൻ അടുക്കളയിൽ കയറി വെച്ച് വിളമ്പി കഴിക്കുന്നു. അയ്യടാ അടുക്കളയിൽ കയറി കയ്യേറിയിരിക്കുന്നു. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനെയും. വൈജയ മക്കളും ഇറങ്ങിപ്പോകാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കമലേ എനിക്ക് രാമപുരം എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്.
ഇത് കേട്ട കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി. രാമപുരത്ത് പോകുമ്പോഴേ നിന്നെ പെണ്ണ് കാണാൻ വന്ന ആ സമയത്തൊക്കെ എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമായിരുന്നു. ദൈവത്തിൻ്റെ രീതിയിലുള്ളൊരു പേരും അവിടുത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെയേറെ സന്തോഷവും തോന്നിയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴും എനിക്ക് ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കുവേ ഇതേപോലെ വെറുത്ത ഒരു സ്ഥലം പിന്നെ എനിക്കുണ്ടായിട്ടില്ല. രാമപുരം എന്ന് കേൾക്കുമ്പോഴേ എനിക്കങ്ങോട്ട് വെറിഞ്ഞ് കയറും കമലേ എന്ന് പറയാം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയപ്പോഴേക്കും കമലയുടെ മുഖഭാവമൊക്കെ ആകെ മാറുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളിരുന്ന് തേങ്ങ ചിരണ്ടുക. അപ്പോൾ തേങ്ങ ഇടുമ്പോൾ അതിന് കുറച്ച് തേങ്ങ എടുത്ത് തിന്നുകയും ചെയ്യാണ്. അപ്പോൾ ബബിത പൊടി കൊഴുക്കുകയും അതേപോലെ തന്നെ അലീന അരി അടപ്പത്തിടുകയും ഒക്കെ ചെയ്യണം. ആ സമയത്താണ് ഈ വൈജയന്തി വരുന്നത്. അപ്പോൾ വൈജ വന്നിട്ട് ചോദിക്കണം, നിങ്ങൾ എല്ലാവരും കൂടി എന്താ പരിപാടി, നിങ്ങൾ എന്താ ചെയ്തു കൂട്ടുന്നത്? അതോ ഞങ്ങൾ പൊടിയും കുഴച്ച് അരിയും വെള്ളത്തിലൊക്കെ ഇട്ടൊക്കെ കളിക്കുക, എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇതൊന്നും കമലേട്ടത്തിക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങളിവിടെ അടുക്കളയിൽ കയറിയതൊന്നും കമലേട്ടത്തിക്ക് ഇഷ്ടമല്ല. അതിനിപ്പോൾ ഞങ്ങളെന്ത് വേണമെന്നേ? ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ പോലും ഇല്ല ഞങ്ങൾ കിട്ടുതരാൻ. അമ്മയടക്കം 5 പേരുണ്ട് ഇവിടുത്തെ ഗസ്റ്റ്. എന്നിട്ട് കമലാൻ്റെ ഉടനെ ഇറങ്ങി വന്നോ? കമലാൻ്റിക്ക് സുഖമില്ലെന്നോ? എന്ത് സുഖമില്ല? അതുകൊണ്ടാണല്ലോ ഇറങ്ങി വരാത്തത്, സുഖമില്ലാത്തത് കൊണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ, അടുക്കളയിൽ കയറി ഞങ്ങൾക്ക് ആഗ്രഹമുള്ള ഒക്കെ ഉണ്ടാക്കി. പിന്നെ പല വിഭവങ്ങളും ഉണ്ടാവും. ഹോസ്പിറ്റലും എല്ലാം അടുത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കണ്ടുവെച്ചോളേ, കാരണം ഞങ്ങളുടെ ഭക്ഷണമെല്ലാം പരീക്ഷണമായിരിക്കും. ഇതൊന്നും കമലേട്ടത്തിക്ക് ഇഷ്ടപ്പെടില്ലാന്ന്. വേണ്ട, കമലേട്ടത്തി കഴിക്കണ്ട, ഞങ്ങൾ കഴിച്ചോളാം. എന്താ അതുപോലെ? അതല്ല, നിങ്ങൾ അടുക്കളയിൽ കയറി ഇങ്ങനെ നിരങ്ങുന്നതൊന്നും കമലേട്ടത്തിക്ക് ഇഷ്ടപ്പെടാത്ത കാരണോ? അതുകൊണ്ടാണ് കമലേട്ടത്തി ഇങ്ങോട്ട് ഇറങ്ങി വരാത്തത്. എങ്കിലും ഒരു കാര്യം ചെയ്യാം, അമ്മ ഞങ്ങളുടെ ഒപ്പം കൂടെ വന്നാലേ നമുക്കിവിടെ എല്ലാം അവസാനിപ്പിച്ച് പോവുകയും ചെയ്യാം. അതും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കണ്ട. ഞാൻ എങ്ങോട്ടും വരാൻ പോകുന്നില്ല. വരാൻ പോകുന്നില്ലെങ്കിൽ വേണ്ടെന്നേ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. നിങ്ങൾക്കപ്പോൾ പഠിക്കാൻ പോകണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങളെ സ്കൂളിലും കോളേജിലൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഞങ്ങളെ കൈപ്പെട്ടൊരു പോവാണ്, ആ സമയത്ത് ഇനി അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ സ്കൂളും കോളേജൊന്നും തുറക്കണ്ടായെന്ന് അങ്ങനെയെല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് പോകുന്നത്. എന്താ അതുപോലെ? ഇതെന്തൊക്കെയാ പറയുന്നത് കൃഷ്ണമോളെ? നിനക്കൊന്നും പഠിക്കണ്ടേ? ഞങ്ങൾക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഠിച്ചില്ലെങ്കിൽ എന്താ, ഞങ്ങൾ തോറ്റുപോകും. പക്ഷെ അമ്മ ജയിക്കുമല്ലോ, അതുപോലെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ തോറ്റുപോകേ പൊയ്ക്കോട്ടെന്നേ, തോറ്റു പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അമ്മ ജയിച്ചാൽ മതി എന്ന് പറയാം. വൈജയ്ക്ക് ദേഷ്യം വന്ന് അലീനെ ഒന്ന് തുറിപ്പിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യണം. നമുക്ക് നമ്മുടെ പണി ചെയ്യാന്നേ, കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഇവരൊന്ന് ചെയ്യുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തും ഈ 3 പെൺപിള്ളേരും കൂടി ഇരുന്ന് സംസാരിക്കണം, എങ്ങനെ അമ്മയെ കൊണ്ടുപോകുന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും അഞ്ജലി പറയാണ്, എന്തായാലും വൈജാൻറ്റി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതിയാവുള്ളൂ കേട്ടോ, എൻ്റെ റൂം കൈയടക്കിയിരിക്കുക, എനിക്ക് റൂം എത്രയും പെട്ടെന്ന് കിട്ടണം. എന്തൊരു അധികാരമാണ് സ്ഥാപിച്ചത്, വൈജാൻറ്റിയുടെ റൂമായിരുന്നു അത് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ? ഒന്നും പറയാനായിട്ട് പറ്റില്ല, പക്ഷേ എനിക്ക് എൻ്റെ റൂം കിട്ടിയേ മതിയാവുള്ളൂ. അപ്പോഴേക്കും മനു വരികയാണ്. മനു വന്നിട്ട്, ഇവിടെ നല്ല ചർച്ച തന്നെയാണല്ലോ മനുവേട്ടാ, എന്താ മനുവേട്ട ഒരു വഴി, അമ്മയെ കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ഒരു വഴിതാ പറഞ്ഞപ്പോഴേക്കും, വൈജാൻറ്റിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അത് ശരി, ഇയാൾ എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്, ഇപ്പം എന്താ നെഗറ്റീവ് വോളി ആയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് പോസിറ്റീവ് പറയാനായിട്ട് പറ്റുള്ളൂ. ഇത് നടക്കാത്ത കാര്യമല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ പോസിറ്റീവ് പറയും? നെഗറ്റീവ് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. കൊണ്ടുപോകണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അത് അലീനയെ അവിടെ നിന്ന് പുറത്താക്കണം, എന്നാൽ മാത്രമേ കാര്യം സാധിക്കുള്ളൂ. ഇത് കേട്ട് നമ്മുടെ ബബിതയ്ക്ക് കലി വരികയാണ്. മനുവേട്ടനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അത് വേണ്ടെന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബബിത നമ്മുടെ കൃഷ്ണമോളെയും വിളിച്ചുകൊണ്ട് പോവുക. ഭയങ്കരമായിട്ട് അരിശം വന്നിങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ബബിതയ്ക്ക് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എങ്ങനെയെങ്കിലും ഇത് സാധിച്ചല്ലേ മതിയാവുള്ളൂ. നമുക്ക് നോക്കാന്നേ, വഴിയുണ്ടോ നോക്കാം. ഞങ്ങളേതായാലും അമ്മയോടൊന്നും കൂടി ഒന്ന് സംസാരിച്ച് നോക്കാം. മനുവേട്ടാണെങ്കിൽ അച്ഛനോട് സംസാരിക്കുകയും ചെയ്യണം. ഞാൻ നോക്കാം സംസാരിച്ച്, ഇനി ഏതാവുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.